ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാമാണ് മുത്തുമണികളെ, എല്ലാവരും നോമ്പിൻ്റെ തിരക്കിലായിരിക്കൂലേ. അപ്പോൾ നമുക്കിന്ന് നോമ്പ് 6-മത്തതാണല്ലേ. പക്ഷെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് 5-മത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് വലിയ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. ചെറുതായ രീതിയിൽ കുറച്ച് വിഭവങ്ങൾ എന്ന് വെച്ചാൽ വളരെ കുറച്ച്, അധികമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ അതെ, ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഭൂരി ഫേവറേറ്റ് ആണെന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. അധികവും ഭൂരിയും വെള്ളയപ്പൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കാറ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കുറച്ച് ദിവസമായി ഭൂരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്, ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഭൂരിക്ക് കുഴയ്ക്കാനായിട്ട് ഞാനിത് മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് കുഴച്ചെടുക്കുമ്പോഴേക്കും എണ്ണ ചൂടായി വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യേ. അങ്ങനെ ഞാനിതേ മാവൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് മാവൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും പച്ചവെള്ളത്തിൽ ഭൂരി കുഴച്ചെടുക്കരുത്. മാവ് റെഡിയാക്കുന്ന ടൈമിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ മാവ് റെഡിയാക്കാം. ചപ്പാത്തിക്കാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചിട്ടാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഏതിന് മാവ് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കുഴച്ചെടുക്കില്ല, ആ ഒരു ഇതിലാണ് നമ്മുടെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ മാവൊക്കെ ഇതിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഞാൻ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനത് കൈ മുട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് ഓയിൽ ഒഴിച്ച് കൊടുത്തതായിരുന്നു. ഇനി നമുക്കതുപോലെ തന്നെ ചെറിയ ബോളാക്കി എടുക്കണം. അപ്പോൾ നമ്മളതുപോലെ തന്നെ പ്രസ്സിൽ പരത്തിയെടുക്കുന്ന ടൈമിൽ പിന്നെ നമുക്ക് ഓയിലാക്കി കൊടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്രസ്സില്ലാന്ന് വെച്ചിട്ട് ആരും ഭൂരി ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞായിരുന്നു, കയ്യിൽ പ്രസ്സില്ല പക്ഷേ ഭൂരി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്, പക്ഷേ ഭൂരി ഉണ്ടാക്കുമ്പോൾ റെഡി ആവുന്നില്ല, വടി പോലെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസ്സില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ഭൂരി ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. നമ്മൾ സാധാരണ നമ്മൾ ഓയിലിൻ്റെ കവറോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര മേടിക്കുന്ന കവറായാലും അടിഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം 2 ഷീറ്റ് ആവുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മൾ മാവിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിലും കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മൾ ഉരുളകളാക്കിയിട്ട് കേട്ടോ നമ്മൾ എന്ത് ചെയ്യണം, ഈ കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കവർ ഇങ്ങനെ അടയ്ക്കുന്ന തുറക്കുന്ന ആ രീതിയിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് കവറിൽ നിന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഈ ഓരോ ഉരുളകൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ, ഒരെണ്ണം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കിണ്ണം, സ്റ്റീലിൻ്റെ കിണ്ണായാലും കുഴപ്പമില്ല, ഫൈബറിൻ്റെ കിണ്ണായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പോട്ടെ ഒരു ചെറിയൊരു അടപ്പ് പോലെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് വെച്ചിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അമർത്തി കൊടുക്കുന്ന ടൈമിൽ കവറ് ഇങ്ങോട്ട് അടഞ്ഞ് നിൽക്കണം കേട്ടോ. ഭൂരിയുടെ മുകളിലേക്ക് ഇങ്ങനെ അമർത്തി വെക്കണം കവർ ഒരു ഭാഗം. ഞാൻ 2 ഷീറ്റാക്കി എടുക്കാൻ പറഞ്ഞത് അതിനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാണിച്ചു തരാം. പ്രസ്സിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരി നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് കൂടുതൽ പരത്തിയെടുക്കുക, അതുപോലെ തന്നെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിലാണ് ഭൂരിയൊന്നും നമുക്ക് നല്ല രീതിയിൽ കിട്ടാത്തത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും നല്ല പോലെ തന്നെ ഭൂരിയൊക്കെ വീർത്ത് വരുന്നുണ്ട്. പിന്നെ ഭൂരിയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് കുറേ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഭൂരി ഉണ്ടാക്കാത്തവർക്കൊക്കെ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. പ്രസ്സിലാണ് നമ്മൾ ഭൂരി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പേടിയും വേണ്ട കേട്ടോ, നമുക്ക് ധൈര്യത്തോടെ ഉണ്ടാക്കാം. പ്രസ്സിലല്ലാത്തവർക്കും ഭൂരി ഉണ്ടാക്കാം കേട്ടോ. പ്രസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഭൂരി ഉണ്ടാക്കാതിരിക്കേണ്ട ആരും ഞാൻ ഈ പറഞ്ഞ ട്രിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഭൂരിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടാനായിട്ടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. നിങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റും ലൈക്കും അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നാളെയും വീഡിയോ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റ് തന്നെ രേഖപ്പെടുത്താം കേട്ടോ.
അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഏകദേശം ഭൂരിയൊക്കെ ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു നോമ്പ് തുറക്കാൻ, പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ അടുത്ത് നിന്ന് കാണിച്ചു തരാം കേട്ടോ ഭൂരി ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് ലോങ് ആയിട്ടല്ലായിരുന്നു ഉണ്ടായത് കണ്ടോ. അതുപോലെ തന്നെ എണ്ണ നല്ല ചൂടുണ്ടാവണം കേട്ടോ, കരിഞ്ഞു പോകാൻ പാടില്ല. നല്ല ചൂടായതിന് ശേഷം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വയ്ക്കുക, എന്നിട്ട് വേണം നമ്മൾ ഭൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഭൂരിയൊക്കെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കടയിൽ നിന്ന് ഇങ്ങനെ ചായല ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് മേടിച്ച സമയത്ത് കണ്ണൻദേവൻ്റെ ഒരു ചായല 200 ഗ്രാമിൻ്റെയാണ് കേട്ടോ മേടിച്ചത്. 200 അല്ലല്ലോ, 20 ഗ്രാം. അപ്പോൾ അങ്ങനെ മേടിച്ച ടൈമിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇതും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ചായല 10 രൂപയുടെ ഒരു ചായലും കൂടി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ കേട്ടോ, വെച്ച് നോക്കാം. ഇനിയിപ്പോൾ നാളേക്കായിട്ട് ചായ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്നിട്ട് ഞാൻ പറയാം കേട്ടോ അതെങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് നോമ്പായാലും എന്താ പറയുക, എന്ത് വിശേഷങ്ങൾ എന്ത് കാര്യങ്ങൾ, വെള്ളത്തിന് നമുക്കിവിടെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. കിണറില്ലാത്ത കാരണം കൊണ്ട് പൈപ്പിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുവരണം. അപ്പോൾ പൈപ്പിലിപ്പോൾ വേനൽക്കാലമായ കാരണം കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടിക്കാനൊന്നും തീരെ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അങ്ങനെ വെള്ളം 2-3 കുടം കുടിക്കാനുള്ളത് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്, നമുക്ക് ബാത്റൂമിലേക്കും അലക്കാനും കുളിക്കാനും പാത്രം കഴുകാനും ഒക്കെ ഉള്ളതുണ്ട്. പക്ഷെ കുടിക്കാനുള്ള വെള്ളം ഞാൻ ഇവിടെ ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചതൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ 2 കുടം വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെയിലുള്ള കാരണം കൊണ്ട് തന്നെ പാത്തൂസിൻ്റെ പുറകെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പതിവ് പോലെ തന്നെ മൂത്തുമ്മയുടെ പലഹാരം ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. 3 സുഖീൻ ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പുവട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നോമ്പ് തുറക്കുമ്പോൾ അതങ്ങോട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തരിക്കഞ്ഞിയാണ്. നമ്മുടെ നോമ്പ് കാലത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണല്ലേ നമുക്ക് ഈ തരിക്കഞ്ഞി എന്ന് പറയുന്നത്. ചിലവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഞാൻ എൻ്റേതായ അഭിപ്രായം പറയാം. എനിക്ക് ഈ തരിക്കഞ്ഞി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. നോമ്പ് കാലത്ത് എന്നല്ല, എനിക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എപ്പോഴാണോ ഇത് കഴിക്കാൻ തോന്നാറ് ആ സമയത്ത് ഉണ്ടാക്കും. പക്ഷേ പ്രത്യേകിച്ചും നമ്മൾ നോമ്പ് കാലത്താണ് ഇതെല്ലാവരും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആരുടെയെങ്കിലും മരിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ വരും, മുഹറം പറയത്ത് അങ്ങനത്തെ രാവുകളിൽ അങ്ങനത്തെ ഓരോ വിശേഷങ്ങളൊക്കെ വരുന്ന ടൈമിലും നമ്മൾ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ തരിക്കഞ്ഞി ചിലവർക്കൊക്കെ അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഇത് പാലൊന്ന് ചൂടാകാനായിട്ട് വെച്ചു കേട്ടോ. അതൊന്ന് നല്ല ഇളം ചൂടല്ല, ഒന്ന് തിളക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര, നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ 3-4 മാത്രം മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. അത് വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മളത് ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ. ആ ഒരു പാക്കറ്റിൽ പാലിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്നും ഇങ്ങനെ ഇളക്കി ആ റവയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ഏലക്കായ പൊടിച്ചിട്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അങ്ങനെ റവയൊക്കെ നന്നായിട്ട് തിളച്ചങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതങ്ങോട്ട് ഇറക്കി വെക്കാം. പിന്നെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ അധികം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് കുറുകി പോവും, പിന്നെ ഭയങ്കര കട്ടിയായി പോകും. ഇവിടെ മക്കൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് വേണം കേട്ടോ, അത് കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ പാൽ കുടിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ, അവർക്ക് അതുപോലെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ലൂസാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി റവ കൂട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ അതൊന്നൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറിയുള്ളിയാണ് കേട്ടോ, ചെറിയുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ കരിഞ്ഞു പോവാതെ നമ്മൾ ഒരു മീഡിയത്തിൽ വേണം നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്കിതിലൊക്കെ ആവശ്യമായിട്ട് വരുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രം മതി കേട്ടോ. ഒരു ബദാം അരച്ച് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോയിൽ. അതെങ്ങനെയാണെന്നറിയില്ല, ഇനി ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നോമ്പ് കഴിയുന്നതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒന്ന് നോക്കണം കേട്ടോ, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ ജസ്റ്റ് വെള്ളത്തിലൊന്ന് നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കഴുകിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ മാറ്റി വെച്ചിട്ട് കേട്ടോ.
ഇനിയിപ്പോൾ വെള്ളം നമ്മളിത് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കും, വെള്ളം തിരക്കേണ്ടതിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ കഴുകിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ അതും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ തരി കാച്ചിയതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ തരി കാച്ചിയിൽ അധികം മധുരം ചേർക്കാതെ ഒരു മീഡിയം മധുരത്തിൽ നമ്മൾ കഴിക്കാൻ നോക്കുക, അതാണ് ഏറ്റവും ടേസ്റ്റും. പിന്നെ നമ്മുടെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വെള്ളം കലക്കിയതും അതല്ലാണ്ടൊക്കെ നല്ലോണം മധുരം കഴിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ, പിന്നെ ഇത് കുടിക്കാനും ടേസ്റ്റ് അധികം മധുരം ഇല്ല കേട്ടോ, ഒരു മീഡിയം മധുരത്തിൽ തന്നെയാണ് കേട്ടോ കുടിക്കാനും ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ കണ്ടോ, അധികം കട്ടിയൊന്നുമില്ല, നല്ല ലൂസായിട്ട് തന്നെയാണ് കേട്ടോ. എന്നാലും ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലൂസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.